ആദ്യത്തെ സൂചനകളിലേക്ക് നമ്മൾ എത്തുന്നു. ആദ്യത്തെ സൂചനകൾ വരുന്നു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ആദ്യത്തെ വിവരങ്ങൾ വന്നു തുടങ്ങുന്നു. പോസ്റ്റൽ ബാലറ്റിന്റെ ആദ്യത്തെ ഫല സൂചനകൾ പ്രേക്ഷകരിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിക്കാൻ സാധിക്കും. എൻഡി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു അല്ലേ? നിതീഷ് കുമാറിന് അനുകൂലമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരിടത്ത് NDA മുന്നിലാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. നമുക്ക് നമ്മുടെ ടാലി അപ്ഡേറ്റ് ചെയ്യാം. NDA ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. പോസ്റ്റൽ ബാലറ്റ് ഒരിടത്ത് NDA ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. പോസ്റ്റൽ ബാലറ്റ് 51,000 പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങുമ്പോഴും നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യത്തെ ട്രെൻഡ് NDAക്ക് അനുകൂലമായിരിക്കും. മറ്റൊരു കാര്യം വരുന്നു, ജൻസുരാജ് 2 സീറ്റിൽ പോസ്റ്റൽ ബാലറ്റിൽ മുന്നിൽ. ജൻസുരാജ് 2 സീറ്റിൽ മുന്നിലാണ് എന്നുള്ളതാണ്. നമുക്ക് ടാലി അപ്ഡേഷൻസിലേക്ക് കൂടി വളരെ വേഗം പോയി കഴിഞ്ഞാൽ NDA ജൻസുരാജ് രണ്ടിടത്ത് ലീഡ് ചെയ്യും. പോസ്റ്റൽ ബാലറ്റിലാണ് ഇത്തവണ ജൻസുരാജ് പ്രശാന്ത് കിഷോർ മുന്നോട്ട് വെച്ചത് തൊഴിലില്ലായ്മയാണ്. മൂന്നിടത്ത് മുന്നിൽ ജൻസുരാജ് എന്നുള്ളതാണ്. പക്ഷേ പോസ്റ്റൽ ബാലറ്റിൽ ഇത് കേവലം ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതത്ര വലിയ സൂചനയായി മാറാനുള്ള സാധ്യതയുമില്ല എന്നുള്ളതാണ്. JDU ആണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പോസ്റ്റൽ ബാലറ്റ് 51,000 വോട്ടുകളാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഇത്രയും വോട്ടർമാർ ഏകദേശം 6-7 കോടി വോട്ടർമാർ വോട്ട് ചെയ്തിരിക്കുന്നു. 7.5 കോടി വോട്ടർമാരുള്ള ബീഹാറിലെ 67% പോൾ ചെയ്തിരിക്കുന്ന ബീഹാർ 51,000 വോട്ടുകൾ മാത്രമാണ് പോസ്റ്റൽ ബാലറ്റ് ഉള്ളത്. തേജസ്വിക്കും ഒരു വോട്ട് കിട്ടിയിട്ടുണ്ട്. തേജസ്വിക്കും ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അല്ലേ? തേജസ്വിക്കും ഒന്ന്. ഇപ്പോൾ ടാലി പ്രേക്ഷകർക്ക് അതെ ഇപ്പോൾ ടാലി പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നു. NDA 1, മഹാഗഠബന്ധൻ 1 എന്നുള്ളതാണ്. തുടരുകയാണ് പോസ്റ്റൽ ബാലറ്റ് തുടരുമ്പോൾ NDA 1, മഹാഗഠബന്ധൻ 1, മറ്റുള്ളവർ 3 എന്നുള്ളതാണ്. ഈ മറ്റുള്ളവരിൽ ജൻസുരാജ് പാർട്ടിക്കാണ് 2. അതെ, ജൻസുരാജ് പാർട്ടി 2 സീറ്റുകളിൽ പോസ്റ്റൽ ബാലറ്റുകളിൽ ജൻസുരാജ് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലാണ്. കാരണം മത്സരിച്ചവർ 248 സീറ്റുകളിൽ JSP മത്സരിച്ച സീറ്റുകളിൽ കൂടുതലും അവർ പ്രൊഫഷണൽസിനെ മത്സരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റൽ ബാലറ്റുകളിൽ JSP ഒരു മേധാവിത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. വോട്ട് ചെയ്യുന്ന സംവിധാനമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് പോസ്റ്റൽ ബാലറ്റിൽ ഒരു മേൽക്കൈയുണ്ടെയും 2-2-4 എന്ന രൂപത്തിലേക്ക് മാറുകയാണ്. അതായത് NDA 2 സീറ്റുകളിൽ പോസ്റ്റൽ ബാലറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. മഹാഗഠബന്ധൻ 2 സീറ്റുകളിൽ പോസ്റ്റൽ ബാലറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. ജൻസുരാജ് പാർട്ടി അടക്കമുള്ള മറ്റുള്ളവർ എന്ന കാറ്റഗറിയിൽ 4 സീറ്റുകളിൽ അവർ മുന്നിട്ട് നിൽക്കുന്നു. പോസ്റ്റൽ ബാലറ്റ് തന്നെ തുടങ്ങിയിരിക്കുന്നു. ബാലറ്റിൽ പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രധാന ട്രെൻഡാണ്. ഇപ്പോൾ ഗഠബന്ധൻ 3 മുന്നിൽ. അതെ, ഗഠബന്ധൻ 3 മുന്നിലാണ്. NDA 2 മാത്രമാണ്. അതേഴ്സ് 4 എന്നുള്ളതാണ് കണക്കുകൾ ഇപ്പോൾ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. NDA 2, മഹാഗഠബന്ധൻ 3, അതേഴ്സ് 4. പോസ്റ്റൽ ബാലറ്റിന്റെ ആദ്യത്തെ സൂചനകൾ രസഗുളയ്ക്ക് അനുകൂലമല്ല എന്നുള്ളതാണ്. വേസ്റ്റ് ആവാന്നറിയില്ല. എന്തായാലും മഹാഗഠബന്ധൻ 3 ലീഡ് ചെയ്യുമ്പോൾ നിതീഷ് കുമാർ BJP സഖ്യം 2 മാത്രമാണ്. അതേഴ്സ് ജൻസുരാജ് പാർട്ടി അടക്കം 4 ലീഡ് ചെയ്യുന്നു. ആദ്യത്തെ ഫലസൂചനകൾ വന്നു തുടങ്ങുന്നു. 9 ഗഠബന്ധനിൽ 3 ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് കോൺഗ്രസ് അല്ല, RJD ആണ്. NDA 3, മഹാഗഠബന്ധൻ 3. ഇഞ്ചോടിഞ്ച് പോരാട്ടം പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ BJP 2, JDU 1, മഹാഗഠബന്ധനിൽ RJD 3.